ഞാൻ അതുൽ മേനോൻ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്. ഞാനിവിടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെൻസ് റൈറ്റ്സ്, ചൈൽഡ് റൈറ്റ്സ്, അതേപോലെ ജിയോ പൊളിറ്റിക്സ് എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യമായി ഞാൻ എടുക്കുന്ന ഒരു ടോപ്പിക്ക് അത് കുറച്ച് പഴയൊരു ടോപ്പിക്കാണ്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടോപ്പിക്. അപ്പോൾ ആദ്യത്തെ വിഷയം എന്ന നിലയ്ക്ക് ഞാൻ എടുക്കുന്നത് കുറച്ചൊന്ന് പഴയ ഒരു കൊല്ലം മുമ്പ് നടന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മസ്താനി സവാദ് ഇഷ്യൂ നിങ്ങൾക്കറിയാലോ. ഒരു പെൺകുട്ടി തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നു. അപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ നടുക്ക് ഇരുന്നിട്ട് ഒരു സവാദ് എന്ന വ്യക്തി വന്നിരുന്ന് സിബ് അഴിച്ച് മാസ്റ്റർബേറ്റ് ചെയ്തു എന്ന കുട്ടിയുടെ ആരോപണം. അപ്പോൾ ആ വിഷയമാണ് ഞാൻ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ധാരാളം പ്രജിഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മിസ്ആൻഡ്രസ് ആയിട്ടുള്ള ഒരു കുറച്ച് വാദഗതികളും അതുപോലെ കമൻസ് എല്ലാം ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെയും സോഷ്യൽ മീഡിയയിലെല്ലാം പടർന്ന് പന്തലിച്ച് കിടന്നു. എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ കാരണം. നോർമലി മെയിൽ ഫിസിയോളജിയെക്കുറിച്ച് ഒരു ബേസിക് നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് പോലും ഇതിനെക്കുറിച്ച് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ആര് ശരി ആര് തെറ്റ് എന്നൊന്നും പറയുന്നില്ല. ക്രൈം നടന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇതൊരു സബ് ജുഡീസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ തീരുമാനം എടുക്കേണ്ടത് ജുഡീഷ്യൽ ഓഫീസറാണ്. എനിക്ക് യാതൊരു പ്രജുഡീസ് ഇല്ലാതെ സത്യങ്ങളെ കുറച്ചൊന്ന് റിയലിസ്റ്റിക് ആയിട്ട് വിശകലനം ചെയ്യാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുമില്ല. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു പ്രോബബിലിറ്റി ചെക്കാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒൺലി പ്രോബബിലിറ്റി ചെക്ക്. ഇതിൽ വിധി പറയാൻ ഞാൻ ആരുമല്ല. അതുപോലെ ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ജുഡീഷ്യൽ ഓഫീസറാണ്. ഇവിടെ ഒരു പ്രോബബിലിറ്റി ചെക്ക്. ഈ പെൺകുട്ടി പറയുന്നത് എത്രമാത്രം വാസ്തവമുണ്ട്, അല്ലെങ്കിൽ ഇത് ശരിയാവാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട്, അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു നോർമൽ ആയിട്ടുള്ളൊരു വിശകലനം ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് എൻ്റെ ഫിസിയോളജിയും കൂടി വച്ച്, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ റിലേറ്റബിലിറ്റി എല്ലാം വച്ച് ഞാൻ ഒരു ചെറിയ അവലോകനം നടത്തുന്നു. ഏതിനാണ് സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറയുന്ന പോയിന്റിന് പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ആരോപണത്തിന് ശരിയാവാനുള്ള പ്രോബബിലിറ്റി എത്രമാത്രം ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെ കുറ്റക്കാരനാക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറ്റവാളിയാക്കാനോ അല്ലെങ്കിൽ ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് സ്ഥാപിക്കാനോ ഒന്നുമല്ല ഈ സംഭവം ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് എടുക്കാനുള്ള കാരണം പ്രജിസ്റ്റിക് ആയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ധാരാളം കമൻറ്റുകൾ സ്ത്രീജനങ്ങളുടെ ഇടയിൽ നിന്ന്, പാവപ്പെട്ട സ്ത്രീജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ ഉള്ളൊരു ടോപ്പിക്ക് ഇപ്പോൾ ചാനൽ തുടങ്ങുന്ന എനിക്ക് എടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, അതിൽ ഇപ്പോൾ മാസ്റ്റർബേഷനാണ് ഇവിടെ മെയിനായിട്ടുള്ള വിഷയം. അതുകൊണ്ട് നമുക്ക് ഇറക്ഷനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങും. ഒരു പുരുഷനെ സംബന്ധിച്ച് സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലാതെ പലതരത്തിൽ ഇറക്ഷൻ സംഭവിക്കാം. ഓക്കെ, അതിൽ ഒന്ന് എംബാരസ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു പുരുഷൻ ഞാൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ തോൽവി, എന്നെ ആരോ കളിയാക്കി, അല്ലെങ്കിൽ ഞാൻ എംബാരസ്ഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഫെയിലിയറിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും ചില പുരുഷന്മാരിൽ, എല്ലാവരും അല്ല, ചില പുരുഷന്മാരിൽ ഇറക്ഷൻ സംഭവിക്കില്ല, പക്ഷെ ചില പുരുഷന്മാരിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഇറക്ഷൻ സംഭവിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം ആൻസൈറ്റി ആൻഡ് ഫിയർ. അതായത് ഇപ്പോൾ നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അൺഫോർസീൻ ഈവൻറ്റ് സംഭവിക്കുമെന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതേപോലെ പേടി, ഫിയർ, ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം നമുക്ക് ഇറക്ഷൻ സംഭവിക്കും. എല്ലാ പുരുഷന്മാരിലും ഇല്ല, അപ്പോഴും ഞാൻ പറയുന്നു ചില പുരുഷന്മാരിൽ ഇറക്ഷൻ സംഭവിക്കാം. പിന്നെ നോർമൽ മൂന്നാമത്തെ കാര്യം സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ്. ഇനി ഇതും അല്ലാതെ ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നോർമൽ കേസിൽ ഒരു പെനീസ് ഇറക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതൊന്നും നിയന്ത്രിക്കുന്നത് നമ്മളല്ല. ഒരു പരിധി വിട്ട് നമുക്ക് ആർക്കും യാതൊരു കൺട്രോളും ഇല്ല, എല്ലാം പ്രകൃതിയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് ഇറക്ഷനെ കുറിച്ചുള്ള ചില സ്ത്രീകൾക്ക് തെറ്റിദ്ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റിന് വരുമ്പോൾ മാത്രമാണ് ഈ ഇറക്ഷൻ സംഭവിക്കുക എന്നുള്ളത് തെറ്റാണ്. അങ്ങനെയൊന്നുമല്ല, അല്ലാതെ നമുക്ക് ഇറക്ഷൻസ് സംഭവിക്കാം. ഒന്ന്. ഇനി അടുത്തത്, ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ആ പെൺകുട്ടിയുടെ അടുത്തിരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതാണല്ലോ. അതിൽ നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവ പുരുഷന്മാർ എല്ലാവരും, സ്ത്രീകൾ ചെയ്യുന്ന പോലെ പുരുഷന്മാരും എല്ലാവരും നോർമലി ചെയ്യുന്ന പോലെ ജീൻസിൻ്റെ അല്ലെങ്കിൽ പാൻസിൻ്റെ അടിയിൽ ഇന്നേഴ്സ് ഇടുമല്ലോ. അപ്പോൾ ഇന്നേഴ്സ് ഇടുമ്പോൾ നോർമലി മാസ്റ്റർബേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞ സിബ് അയച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സിബ് അയച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ പെന്നീസ് പുറത്തേക്ക് എടുക്കാനുള്ള ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഇന്നർ പോലെയല്ല പുരുഷന്മാരുടെ ഇന്നർ. സ്ത്രീകളുടെ ഇന്നർ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കട്ടിയില്ല, അതുപോലെ
ചിലതൊക്കെ നെറ്റ് പോലെയുള്ള സംഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതൊക്കെയാണ്. ഇപ്പോൾ പുരുഷന്മാരുടെ ഇന്നേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയാണ്, കുറച്ച് ആ ഇലാസ്റ്റിക് ഒക്കെ നല്ല കട്ടിയാണ്. അതുകൊണ്ട് തന്നെ സിബ് അഴിച്ചു എന്ന് കരുതി അത് മാത്രമല്ല, ഇപ്പോൾ ഈ സിബ് അഴിക്കുന്ന ഭാഗത്ത് തന്നെ നല്ല കട്ടിയാണ്. എന്ന് വെച്ചാൽ പാൻസിൻ്റെ അല്ലെങ്കിൽ ജീൻസിൻ്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗം ഈ സിബിൻ്റെ അവിടുത്തെ ഭാഗമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ആ ഒരു ഇരിക്കുന്ന പോസ്റ്ററിൽ ഈ സിബിൻ്റെ ആ ഭാഗം മുകളിലേക്ക് വളഞ്ഞ് റാ പോലേക്ക് ഇരിക്കും. അതുകൊണ്ട് അവിടെ സിബ് ഊരുക എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈ സിബ് ഊരി തന്നെ ഇരിക്കട്ടെ, സിബ് ഊരി അതിൻ്റെ അകത്ത് ചില പുരുഷന്മാർ മറ്റേ ബോക്സർ ഷോർട്സ് ഇല്ലെങ്കിൽ ബർമൂഡ ഒക്കെ ധരിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ സവാദ് ധരിച്ചിട്ടില്ല എന്നാണ് പുള്ളി ഓടുന്ന സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായത്. പുള്ളി അവിടെ ഇത് ധരിച്ചിട്ടില്ല, ബർമൂഡയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ധരിച്ചിട്ടില്ല. ഇനി ഇപ്പോൾ നോർമൽ ട്രങ്കാണ് തോന്നും ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പെന്നീസ് പുറത്തേക്ക് എടുക്കാതെ ഒരിക്കലും നമുക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി പെന്നീസ് പുറത്തേക്ക് എടുക്കണമെങ്കിൽ തന്നെ ഒരു 70% വരെ ഇന്നേഴ്സ് അഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം 30% 20% താഴ്ത്തി നമുക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്നറിൻ്റെ മോൾ ഭാഗം നമ്മൾ മാസ്റ്റർബേറ്റ് സ്ട്രോക്കിങ്ങിൻ്റെ സമയത്ത് കയ്യിൽ വന്നിടിക്കും. അപ്പോൾ ഒരിക്കലും മാസ്റ്റർബേഷൻ അവിടെ നടക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്, നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ 30% 20% ഒന്നുമല്ല, ഒരു 70% ഇന്നേഴ്സ് താഴ്ത്തണം. ഇനിയിപ്പോൾ ഈ 70% ഇന്നേഴ്സ് താഴ്ത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? ഒന്ന് ക്ലിപ്പ് അഴിക്കണം. ക്ലിപ്പ് അഴിച്ച് ഫുൾ പാൻസ് ലൂസ് അല്ലെങ്കിൽ ജീൻസ് ലൂസാക്കിയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് ടൈമിംഗ് ആണ്. ആകെ 6 മിനിറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആകെ 6 മിനിറ്റാണ് സവാദ് എന്ന് പറഞ്ഞ വ്യക്തി ബസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ തല്ലുപിടിയുടെയും ബഹളത്തിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ഈ സീറ്റിലിരിക്കുന്ന സമയം നമുക്കൊരു 3 മിനിറ്റ് ആയിട്ട് കണക്ക് കൂട്ടാം. ഈ 3 മിനിറ്റിൽ എന്ത് ഇറക്ഷൻ സംഭവിക്കാനാണ്? ഈ 3 മിനിറ്റിൽ എന്ത് മാസ്റ്റർബേഷൻ സംഭവിക്കാനാണ്? അല്ല, എനിക്കതിനെക്കുറിച്ച് സംശയമുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇറക്ഷൻ സംഭവിക്കുന്നതിന് തന്നെ അത്രയൊരു ചെറിയ സാവകാശമുണ്ട്. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് ഇറക്ഷൻ സംഭവിക്കുക, അതേപോലെ പെട്ടെന്ന് ഇത് ഫ്ലാഷിഡ് പെന്നീസ് ആയിട്ട് മാറുക, ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന അസംഭവ്യമായ കാര്യങ്ങളാണ്. കുറച്ച് അതിശയോക്തി അതിലുണ്ട്. ഒരു മാസ്റ്റർബേഷൻ ചെയ്യണമെങ്കിൽ അത് ഇറക്ഷൻ സംഭവിക്കും. ഇറക്ഷന് മിനിമം ഒരു ഇത്ര സമയം എന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മനസ്സും ഇൻവോൾവ് ആണ്. വെറുതെ ബ്ലഡ് ഫ്ലോ മാത്രം പെനീസിലേക്ക് വന്നതുകൊണ്ട് മാത്രം ഇറക്ഷൻ സംഭവിക്കാം, പക്ഷേ നമുക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് നമുക്ക് നമ്മുടെ മനസ്സും ഇൻവോൾവ് ആവണം. അപ്പോൾ ഈ 3 മിനിറ്റിൽ മനസ്സും ഇൻവോൾവ് ആയി ഇറക്ഷൻ സംഭവിച്ചു, മാസ്റ്റർബേഷന് വേണ്ടി ട്രൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയോക്തി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അടുത്തത് സ്ട്രോക്കിംഗ് എന്ന് പറയുമല്ലോ. മീൻസ് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന പ്രവൃത്തി. മാസ്റ്റർബേഷൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ സ്ട്രോക്കിംഗ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ സ്ട്രോക്കിംഗ് അവസാനിപ്പിച്ച് ഇപ്പോൾ ജീൻസ് അല്ലെങ്കിൽ പാൻറ് ഇട്ടൊരു വ്യക്തി പെട്ടെന്ന് സ്ട്രോക്കിംഗ് അവസാനിപ്പിച്ച് എഴുന്നേക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആ വീഡിയോയിൽ കണ്ടു, സവാദ് വളരെ കൂളായിട്ട് ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ് എഴുന്നേറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നതല്ല. അവിടെ ഒരു ഇറക്ഷൻ സംഭവിച്ച വ്യക്തി എനിക്ക് തോന്നുന്നില്ല അത്ര കൂളായിട്ട് അത്ര ഒരു പെയിൻ ഇല്ലാത്ത രീതിയിൽ ഒക്കെ അങ്ങനെയൊക്കെ നിൽക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ പെന്നീസ്, ഇറക്റ്റഡ് പെന്നീസ് ഷഡിയുടെ അകത്തായിരിക്കും, അപ്പം തന്നെ നല്ല പെയിൻ ആയിരിക്കും. പക്ഷേ എനിക്ക് ഇറക്റ്റഡ് ആയ ഒരു പെന്നീസ് ഷഡിയുടെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ അത് ഒരു പെയിൻഫുൾ ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി പാൻസിൻ്റെ ആ കട്ടിയുള്ള ഭാഗം കൂടി വരുമ്പോൾ ഇറ്റ്സ് വെരി വെരി പെയിൻഫുൾ. അത് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ അനുഭവിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, നല്ല പെയിൻഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു സമയത്ത് എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ തർക്കിക്കാനൊക്കെ ആർക്കും പറ്റിയെന്ന് വരില്ല. ഇത് തന്നെയാണ് നമുക്കൊരു നിസ്സാരമായിട്ടുള്ള എക്സാമ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു സിനിമ ഇറങ്ങില്ലോ, ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ. അതിൽ ഫഹദ് ഫാസിലും പിന്നെ അമല പോളും കൂടി ആ ബസ്സിലിരുന്ന് ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിൽ ഇദ്ദേഹത്തെ സെക്ഷലി ഉത്തേജിപ്പിക്കാനായിട്ട് അമല പോൾ ശ്രമിക്കുന്നതും അതിനുശേഷം ഇറങ്ങിപ്പോവാന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇറങ്ങിപ്പോകാൻ പറ്റാതെ വിഷമിച്ച് വളരെ ടെൻഷൻ അടിച്ച് ബസ്സിൽ തിരിച്ച് ആ സീറ്റിൽ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിരിക്കുന്ന രംഗമുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. അത് മുണ്ടായിട്ട് അദ്ദേഹത്തിന് അത്തരം പറ്റില്ലെങ്കിൽ ജീൻസ് ഇട്ടിട്ട് ഉള്ള ഒരു നോർമൽ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും. ഓക്കെ, ഇനി പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ആ മനുഷ്യൻ ഓടിയതിൻ്റെ റീസൺ. നമുക്കറിയാലോ. ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അത് തന്നെ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ അത് മോഹൻലാലോ കൂട്ടരോ ഒരു കൊലക്കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷേ ചെന്നൈ എത്തിയ ഉടനെ അവർ ഇറങ്ങി ഓടി. വാട്ട് ഇസ് ദ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ തല്ലിക്കൊല്ലും. ഇതാണ് ഒന്നാമത്തെ റീസൺ. ഇനിയിപ്പോൾ ഇതേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആരോപണം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീ വിഷയങ്ങളിൽ പുരുഷന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലറല്ല. അപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ വ്യക്തിക്ക് തോന്നുന്നതാണ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തി ഓടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിസാൻഡ്രി റിനൈസൻസ് അല്ലെങ്കിൽ സ്ത്രീ പറയുന്ന എന്തും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ വ്യക്തിയെ
അല്ലെങ്കിൽ ഇപ്പോൾ റിനൈസൻസ് സംഭവിക്കുക, ഈ പുരുഷനെ ഒന്ന് ക്രൂരമായി ഉപദ്രവിച്ച് ഇവിടെ റിനൈസൻസ് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത ഈ പുരുഷനെ അല്ലെങ്കിൽ ഈ സവാദിനെ വളഞ്ഞിട്ട് തല്ലി അവൻ്റെ ചോര ശ്രദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? പോകുന്നത് ആ അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം മാത്രമാണ് ഇവിടെ പോകുന്നത്. എൻ്റെ മറ്റാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അത് മനസ്സിലായി എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തി ഓടിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാതെ തെറ്റ് ചെയ്ത് അപ്പം ചിലർ ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തല്ലെങ്കിൽ പിന്നെ എന്തിനാ ഓടിയത്? ഓടിയില്ലെങ്കിൽ ആൾക്കാർ തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നത് ആ വ്യക്തിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി ഓടിയത്. പിന്നെ അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൽ വെച്ച് ഈ മസ്താനി എന്ന പെൺകുട്ടി പലപ്പോഴായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആർ യു ഓക്കെ, യുവർ സിപ്പ് ഈസ് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ഒരു സാഹചര്യ തെളിവ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർബേറ്റ് ആയിരുന്നു എന്നാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു സാഹചര്യ തെളിവ് സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ളൊരു വെമ്പലാണ് ഞാൻ ആ കുട്ടിയുടെ അത്തരം റിനൈസൻസ് പ്രീച്ചിങ് അല്ലെങ്കിൽ ബുദ്ധിജീവി ജമേൽ പോലെയുള്ള അത്തരം സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അല്ല അതിലൊരു ആത്മാർത്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു അപാകതകളായിട്ടും അല്ലെങ്കിൽ അതിലൊരു നാച്ചുറാലിറ്റി ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്ത്. അതിൻ്റെ കാര്യം ഞാൻ ഒരു പുരുഷനായതുകൊണ്ടും കൂടി ആവും. കാരണം എനിക്കിതിൽ റിലേറ്റബിൾ ആണ്. കാരണം ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഇത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ നോർമൽ എന്താ പറയുക ഇറക്ഷനൊക്കെ സംഭവിക്കാറുണ്ട്, ഒരു ഇൻസ്റ്റിങ്ക്റ്റും ഇല്ലാതൊക്കെ. അതൊക്കെ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ സർവ്വസാധാരണമായ കാര്യങ്ങളായതുകൊണ്ട് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് പറയുന്നത്. ഇപ്പോൾ നമ്മളിതിൽ പ്രോബബിലിറ്റി മാത്രമാണ് പറയുന്നത്, അല്ലാണ്ട് നമ്മൾ ആരെയും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞത് തെറ്റാണോ ശരിയാണോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ പ്രോബബിലിറ്റി അനുസരിച്ച് ഞാൻ ഒരു കൺക്ലൂഷൻ ഇവിടെ പറയാം. എന്ന് വെച്ചാൽ 99% ആ മസ്താനി എന്ന പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കളവാവാനുള്ള സാധ്യതയാണ് 99% ഞാൻ ഇതിൻ്റെ അത് കാണുന്നത്. കാരണം റിലേറ്റബിലിറ്റി ഒട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് തോന്നുന്നില്ല, ഒരു നാച്ചുറാലിറ്റി ഇല്ല. എന്ന് വെച്ച് 1% അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇത് കോടതിയിലാണ്, സബ്ജുഡീസാണ് കേസ്. ഇപ്പോൾ കോടതി തീരുമാനിക്കട്ടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇര ആരാണ് വേട്ട ചെയ്തത് എന്നെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം നിങ്ങളുടെ കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇത് പറഞ്ഞത് കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ച് നിങ്ങൾക്ക് എന്താണ് ഇതിൽ മനസ്സിലായത് എന്നുള്ളൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പ്രോബബിലിറ്റി തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം ഈ പെൺകുട്ടി പറയുന്നതിൽ സത്യം ഉണ്ടാവാം എന്നുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ പെൺകുട്ടി പറയുന്നതിൽ സത്യം ഉണ്ടാവാനുള്ള സാധ്യത എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ അറിവുള്ള ആൾക്കാരും കൂടെയൊക്കെ അതൊക്കെ ഒരുമിച്ച് നിന്ന് ഡിസ്കസ് ചെയ്ത് നമുക്കത് പരിഹരിച്ച് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. ഇതൊക്കെ റിലേറ്റബിൾ ചെയ്യാൻ കഴിയുന്നത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് പരസ്പരം നമ്മളുടേതായ ഫിസിയോളജിയും പരസ്പരം ഡിസ്കസ് ചെയ്ത് സന്തോഷമായിട്ട് പോവാം. നമുക്ക് ഇവിടെ ഒരു വൈരാഗ്യത്തിൻ്റെയോ ജെൻഡർ ഡിഫറൻസിൻ്റെയോ അല്ലെങ്കിൽ ജെൻഡർ വാറിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുക, തെറ്റ് ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കാതിരിക്കുക. അത്ര ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ പ്രോബബിലിറ്റി എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാതാണ്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എന്ന് ജീവിച്ചാലും നമ്മൾ എങ്ങനെ ജീവിച്ചാലും നമ്മൾ എപ്പോൾ ജീവിച്ചാലും നമ്മൾ എവിടെ ജീവിച്ചാലും നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറന്നുകൊണ്ട് നടക്കും. അത് വെറും ജീവികളല്ല, ചോര കുടിക്കുന്ന കഴുകൻ കണ്ണുകളുള്ള കുറച്ച് ആൾക്കാരാണ്. ഈ കഴുകൻ കണ്ണുള്ള ആൾക്കാരെ നമ്മൾ പ്രൊപ്പഗാൻഡിസ്റ്റുകൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ച് നമ്മൾ നമ്മുടേതായ കൺക്ലൂഷനിൽ എത്താൻ ശ്രമിക്കുക. ഒരിക്കലും ഈ കഴുകൻ കണ്ണുകളുള്ള പ്രൊപ്പഗാൻഡിസ്റ്റുകളുടെ അജണ്ടയിൽ വീണു പോകാതിരിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്കുള്ളത്. ഇനി അടുത്തൊരു നല്ലൊരു ടോപ്പിക് ആയിട്ട് ഞാൻ വരാം. സീ യു.